6000 നമ്പർ ബെയറിംഗ് വരുന്ന സീലിംഗ് ഫാനിൻ്റെ ഷാഫ്റ്റിൽ അതിൻ്റെ ഷാഫ്റ്റ് തേയ്മാനം വന്നു കഴിഞ്ഞാൽ റെഡിയാക്കി എടുക്കാനുള്ള 2 വിധങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒന്ന്, സീലിംഗ് ഫാനിൻ്റെ ഷാഫ്റ്റ് ഇതിപ്പോൾ 6201 2 ആണ്. അപ്പോൾ ഇത് പഴയ ഷാഫ്റ്റാണ്. സീലിംഗ് ഫാനിൽ നിന്ന് 6000ൻ്റെ ഷാഫ്റ്റ് തേയ്മാനം വന്ന് ഇളക്കിയെടുത്തതാണ്. അപ്പോൾ ഇവിടെ 6000ഉം ഇവിടെ 6202 2 ആണ്. അപ്പോൾ ഇത് പഴയ മോഡൽ ഷാഫ്റ്റാണ്. ഈ ഭാഗത്തെ വണ്ണം ഇത് രണ്ടും സെയിം ആണ്. അപ്പോൾ ഇത് പുതിയ ഷാഫ്റ്റാണ്, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്തെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതേ മോഡലിൽ 6201 2 വരുന്ന ടൈപ്പ് ഷാഫ്റ്റിൽ ഈ ലെങ്ത് എല്ലാം കറക്റ്റായിട്ട് വരുന്ന ടൈപ്പ് ഷാഫ്റ്റ് ഏതെങ്കിലും ഈ ഭാഗം തേയ്മാനം വന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിന് കണക്കായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ പഴയ ഷാഫ്റ്റ് മതി. ഇളക്കിയെടുക്കുമ്പോൾ ഷാഫ്റ്റ് ഡാമേജ് വരാതെ ഇളക്കിയെടുത്താൽ മതിയാവും. ഇളക്കുന്ന സമയത്ത് ബെൻഡായിട്ടുണ്ടെങ്കിൽ ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ ബെൻഡാവാതെ ഇളക്കിയെടുത്തതാണെങ്കിൽ ഉപയോഗിക്കാം. ഇതൊക്കെ ബെൻഡ് വന്നതാണ്, ഡാമേജ് വന്ന ഷാഫ്റ്റുകളാണ്. പഴയ ഷാഫ്റ്റിൽ ഈ ഭാഗം 6202 1 വരുന്ന ഷാഫ്റ്റിൽ ഈ ഭാഗം 6202 വരുന്ന ഭാഗം തേയ്മാനം ഇല്ലെങ്കിൽ അതിന് നമുക്ക് ഇതിന് കണക്കായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഭാഗം ലേത്തി കൊടുത്തിട്ട് 6000ത്തിന് കണക്കാക്കി കട്ട് ചെയ്തെടുത്താൽ മതിയാവും. 6000ൻ്റെ ബെയറിങ് 6201 ചെറുതായതുകൊണ്ട് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 6000ൻ്റെ ഷാഫ്റ്റ് ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ വാങ്ങാൻ കിട്ടാനില്ല. 6000ൻ്റെ റെയറാണ്. കാര്യം ഇപ്പോൾ വരുന്ന മാക്സിമം ഫാനുകളിലും 6201 2 ആണ് ബെയറിങ് വരുന്നത്. അപ്പോൾ 6000ൻ്റെ ഷാഫ്റ്റ് അധികം ഇവിടെ കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം റെഡിയാക്കി എടുക്കുന്നത് ഇങ്ങനെയാണ്. ഇനി ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്, നമുക്ക് ഇതിപ്പോൾ 6000ൻ്റെ ബെയറിങ്ങിന് ചേരുന്ന ഷാഫ്റ്റാണ്. 629 നമ്പർ ബെയറിങ്ങും 6000 നമ്പർ വരുന്ന ബെയറിങ്ങും ഇതിൻ്റെ ഔട്ട് സൈഡ് കറക്റ്റാണ്. ഇതിൻ്റെ ഔട്ട് സൈഡ് 26 mm ആണ് വരുന്നത്, സെയിം ആണ്. ഇതിൽ 6000 നമ്പർ ബെയറിംഗ് വരുന്നതിൽ ഇപ്പോൾ ഷാഫ്റ്റ് ഇത് തേയ്മാനം വന്നതാണ്. അപ്പോൾ ഈ ഷാഫ്റ്റിന് 629 കണക്കായിട്ട് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് ഈ ഷാഫ്റ്റ് തന്നെ ഉപയോഗിക്കാം. സാധാരണ ചിലരിത് വെൽഡ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. വെൽഡ് ചെയ്ത് കുറച്ച് വലുതാക്കിയതിന് ശേഷം വീണ്ടും 6000ൻ്റെ ബെയറിങ്ങിന് കണക്കാക്കി, അല്ലെങ്കിൽ 6201 ആണെങ്കിൽ അതിന് കണക്കായിട്ട്, 6202 ആണെങ്കിൽ അതിന് കണക്കായിട്ട് ഒക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ അത് ഈ വെൽഡിങ് ചെയ്യുന്ന സമയത്ത് ചൂടായിട്ട് ഷാഫ്റ്റ് ബെൻഡാവാൻ സാധ്യതയുണ്ട്. ബെൻഡായി കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് അലൈൻമെൻറ്റ് കിട്ടണമെന്നില്ല. അതിനേക്കാളും നല്ലത് ഇതുപോലെ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇതിൽ 629ഉം 6000ഉം തമ്മിൽ നോക്കുമ്പോൾ ഇതിൻ്റെ 629ൻ്റെ ഹോള് ബെയറിങ്ങിൻ്റെ ഉള്ളിലെ സൈസ് ചെറുതാണ്, 6000ൻ്റെ വലുതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് 6000ൻ്റെ ഷാഫ്റ്റാണ്. ഇതിൽ നമുക്ക് ഈ 629 കണക്കായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബെയറിംഗ് മാറ്റുമ്പോൾ 6000ൻ്റെ മാറ്റി 629ൻ്റെ ബെയറിംഗ് ഇട്ടാൽ മതിയാവും. 6201ൻ്റെ ഷാഫ്റ്റുകളൊന്നും തന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ തേയ്മാനം വന്നതിലില്ല. അപ്പോൾ നല്ലതായിട്ട് ഉള്ള ഷാഫ്റ്റൊന്നും ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഷാഫ്റ്റിനെ തന്നെ, ഈ 6000ൻ്റെ ഷാഫ്റ്റിനെ തന്നെ കട്ട് ചെയ്ത് 629 കണക്കായിട്ട് റെഡിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് സൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഷാഫ്റ്റ് ഇതിലേക്ക് കോറിലേക്ക് സെറ്റ് ചെയ്യണം. ഹൈഡ്രോളിക് പ്രസ്സിലാണ് സാധാരണ ഞാൻ ഈ ഷാഫ്റ്റ് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കുന്നതും തിരിച്ച് സെറ്റ് ചെയ്യുന്നതും. ചുറ്റി ഉപയോഗിച്ച് അടിച്ച് വേണമെങ്കിലും ഇളക്കുകയും തിരിച്ച് ഇതിലേക്ക് സെറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഷാഫ്റ്റ് ഡാമേജ് വരാതെ ശ്രദ്ധിക്കണം. ഹൈഡ്രോളിക് പ്രസ് ഉപയോഗിച്ചിട്ട് ഇളക്കുകയാണെങ്കിൽ, അതുപോലെ തിരിച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിലും ഷാഫ്റ്റിനും കോറിനും ഡാമേജ് വരില്ല. അതുപോലെ വൈൻഡിങ്ങിൻ്റെ പേപ്പർ പൊടിഞ്ഞു പോകുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും ഹൈഡ്രോളിക് പ്രസ്സിൽ ഇളക്കുകയോ തിരിച്ചിറക്കുകയോ ചെയ്യുമ്പോൾ പ്രശ്നം വരാനുള്ള സാധ്യതയില്ല. ഈ പീസിൻ്റെ 2 സൈഡും 2 സൈസിലാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഒരു സൈഡിൽ ചെറിയ ഷാഫ്റ്റ് ഇളക്കുന്നതിന് തിരിച്ച് സെറ്റ് ചെയ്യുന്നതിനും, ഒരു സൈഡ് പഴയ മോഡൽ ഷാഫ്റ്റ് വണ്ണം കൂടിയ ഷാഫ്റ്റ് ഇളക്കുകയും തിരിച്ച് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് വണ്ണം കൂടിയ ഷാഫ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് വണ്ണം കൂടിയ സൈഡ് മുകളിലേക്ക് വയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ ഹോള് കറക്റ്റ് ചെയ്ത് വെച്ചാണ് ഇറക്കേണ്ടത്. വയർ ഉള്ളിലേക്ക് എടുക്കേണ്ട ഹോള് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇതിൽ സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിൽ കറക്റ്റ് സീറ്റിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് 629ൻ്റെ ബെയറിംഗാണ്. ഇതിൽ കറക്റ്റായിട്ട് സൂട്ടാവുന്നുണ്ട് ഔട്ട് സൈഡ്. ഇതിൽ കേബിളും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം.
ഇതിപ്പോൾ പിടുത്തമൊന്നുമില്ല, ഇതിൽ കറക്റ്റായിട്ട് പിടുത്തമെല്ലാം തന്നെ കറങ്ങുന്നുണ്ട്, പക്ഷേ ചെറിയ ടൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ടൈറ്റിന് കാരണം രണ്ട് ബെയറിങ്ങും കറക്റ്റ് ലെവലിലേക്ക് എത്താത്തത് കൊണ്ടാണ്. അപ്പോൾ അതിന് ചുറ്റയ്ക്ക് ഇവിടെ ചെറിയ 2 തട്ട് കൊടുത്താൽ മതി. പക്ഷേ ഇത് വൈൻഡിങ് പഴയതായതുകൊണ്ട് ചുറ്റയ്ക്ക് ഞാൻ തട്ടുന്നില്ല. ഈ ഹാൻഡ് പ്രസ്സിൽ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചുറ്റയ്ക്ക് ഒരു 2-3 തട്ട് താഴേക്ക് കൊടുക്കുമ്പോൾ ഈ പ്രശ്നം തീരും, ഈ ടൈറ്റ് മാറും. ചെറുതായിട്ടൊന്ന് താഴേക്ക് പ്രസ് ചെയ്തപ്പോൾ ഫ്രീ ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഫ്രീ ആയിട്ടുണ്ട്. ഇത് ഒരിക്കൽ റീവൈൻഡിങ് ചെയ്ത ഫാനാണ്. അപ്പോൾ ഇതിൽ കളർ കോഡൊക്കെ വ്യത്യാസമുള്ള കളറുകളാണ് ഇട്ടിരിക്കുന്നത്. നീല, അതുപോലെ ബ്രൗണ്, റെഡ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ വയറിലാണ് കപ്പാസിറ്റർ കണക്ട് ചെയ്യേണ്ടത്, ഏതൊക്കെ വയറിലാണ് സപ്ലൈ കണക്ട് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ട് അറിയില്ല. അതിന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അത് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതും ടെസ്റ്റ് ലാമ്പ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതുമായിട്ടുള്ള 2 വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അതും കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് വേറെ സൗണ്ടോ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. 6000-ൻ്റെ ഷാഫ്റ്റ് വരുന്ന ഫാനുകളിൽ ഷാഫ്റ്റ് തേയ്മാനം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ മോട്ടോർ വൈൻഡിങ്ങുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.